ഈശ്വര, അമ്മയുടെ മുമ്പില് ഈ കൈ പിടിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് അമ്മ അറിയുന്നില്ലല്ലോ. 10 വർഷമായി മോളെ ഞാൻ ഇതൊക്കെ നെഞ്ചിക്കൊണ്ട് കിടക്കാൻ തുടങ്ങിയിട്ട്. അമ്മ ഇതൊന്നും ആരോടും തുറന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. അമ്മയുടെ എന്ത് വിഷമോ എന്നോട് തുറന്നു പറയാം. എന്നെ സ്വന്തം മോളായിട്ട് തന്നെ കരുതിയാ മതി. മോക്കറിയോ, കഴിഞ്ഞ 10 കൊല്ലം ഞാൻ ഉറക്കൊന്നും കരഞ്ഞിട്ട് പോലും ഇല്ല. എന്റെ ഉള്ളിലെ സങ്കടം ഞാൻ ആരെ അറിയിച്ചിട്ടുമില്ല. എന്താന്നറിയോ, ഞാൻ കരഞ്ഞ ആ വീട് മുഴുവൻ കരയും മോളെ. എന്റെ സച്ചിമോന് പിന്നെ സമാധാനം കിട്ടത്തില്ല. എല്ലാം നഷ്ടപ്പെട്ട് ടാക്സി ഡ്രൈവറിന്റെ വേഷം കെട്ടി എന്റെ മോൻ ഇത്രയും കാലം ജീവിച്ചത് അർച്ചനമോളെ തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രം. എന്റെ ഉള്ളിൽ സങ്കടം കണ്ടാലേ അവന്റെ സമനില തെറ്റിപ്പോകും മോളെ. ഉറക്കം വരാതെ ഇരുട്ട് ഞാൻ ഒറ്റയ്ക്ക് രാത്രി ഇരുന്ന് കരഞ്ഞത് എത്ര നാളെന്നറിയോ മോളെ. സച്ചിമോനറിഞ്ഞ അവൻ വിഷമിക്കും. കുട്ടികളറിഞ്ഞ പിന്നെ ആ വീട്ടിലെ എല്ലാ സന്തോഷവും ഇല്ലാണ്ടായിപ്പോ. എല്ലാരോടും ചിരിച്ചും കളിച്ചും അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഞാൻ എരിഞ്ഞു തീരുകയായിരുന്നു. എന്റെ ഉള്ളിലെത്തി ആരും കിടന്ന് ഞാൻ ഒളിപ്പിച്ചു വെച്ച്. അത് പുകഞ്ഞ് പുകഞ്ഞ് ഞാനിപ്പോ ആ തീയിൽ എരിഞ്ഞു തീരുന്നൊരവസ്ഥയില. എനിക്ക് സഹിക്കാൻ വയ്യ മോളെ. എന്റെ ദൈവമേ, എന്റെ അമ്മ അനുഭവിച്ച സങ്കടത്തിനും വേദനയ്ക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? എത്ര തവണ ഈ പാദം കഴുകിയ എനിക്ക് ശാപമോക്ഷം കിട്ടും? ഈ കണ്ണീരിൽ ഞാനാണല്ലോ എരിഞ്ഞു തീരുന്നത്. ഇപ്പൊ എനിക്ക് പ്രതീക്ഷയുണ്ട്, എന്റെ കുഞ്ഞ് തിരിച്ചു വരും. പക്ഷെ അതുവരെ ഞാൻ ജീവനോടുണ്ടാവും അറിയത്തില്ല മോളെ. ഒരു വട്ടം, ഒരേ ഒരു പ്രാവശ്യം എനിക്കെന്റെ മോളൊന്ന് കണ്ടിട്ട് മരിച്ചാ മതി. മരണമാ മോളെ അമ്മയ്ക്ക് ഇതിനേക്കാൻ നല്ലത്. എന്തിനാ അമ്മ ഇങ്ങനെ ജീവിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ മോളെ. ഉള്ളിൽ ഞാൻ എപ്പോഴേ മരിച്ചു കഴിഞ്ഞു. അങ്ങനെയൊന്നും പറയില്ല അമ്മ.